സോ ഗൈസ് SUV ഓഫ് സ്കൂട്ടേഴ്സ് എന്നറിയപ്പെടുന്ന റിവർ സ്കൂട്ടറിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് മച്ചാമാരെ, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി ഏതാണ്? കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രേമിലു എന്ന് പറയുന്ന സിനിമയിലൂടെ വൈറലായിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ കൂടെയുള്ളത്. അതേ ഗൈസ്, നമ്മുടെ സ്വന്തം റിവർ. നമ്മുടെ സ്വന്തം എന്ന് പറയാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിലുപരി നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ ബാംഗ്ലൂരാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് 2 കേരളൈറ്റ്സ് ആണ്. സോ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു അഭിമാനത്തിലാണ് ഞാൻ എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ പൂങ്കുന്നത്തെ റിവർ ഷോറൂമിൽ നിന്നാണ്. സോ നമുക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ ബെസ്റ്റ് പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂങ്കുന്നത്തുള്ള റിവറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ ഒരുപാട് ഓഫേഴ്സും സ്കീമുകളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. സോ ഈ ഒരു വണ്ടിയുടെ സെയിൽസ് മാത്രമല്ല, സർവീസ് ആണെങ്കിലും അവിടെ പൂങ്കുന്നത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വണ്ടീനെ പറ്റി പറയാൻ തുടങ്ങേണ്ടത് ഇതിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഡെയിലി നമ്മുടെ റോട്ടിൽ കാണുന്നതാണ്. ബട്ട് ഈ ഒരു വണ്ടി നമ്മുടെ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഡിസൈൻ അല്ല ഇതിന് വന്നിരിക്കുന്നത്. പകരം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഹ്യൂമന് എങ്ങനെയൊക്കെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു എർഗണോമിക് ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൺവെൻഷനൽ സ്കൂട്ടറിൻ്റെ ഡിസൈനിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ ഇത് കാണുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇരിക്കുമ്പോഴുള്ള ആ ഒരു സീറ്റിംഗ് കംഫർട്ടാണ്. നമ്മളിപ്പോൾ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരാളാണെങ്കിലും ഭയങ്കര ടോളായിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇതിൻ്റെ സീറ്റ്സും ഇതിൻ്റെ ആ ഒരു സ്പേസിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇവിടെ ലെഗ് വയ്ക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു കാണുന്ന ഫൂട്ട് റെസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെയും ലെഗ് വയ്ക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഷോർട്ടാണോ ടോളാണോ, നമ്മൾ ബൾക്കിയാണോ ലീനാണോ, അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു വണ്ടിയിൽ നമുക്ക് സീറ്റിംഗ് കിട്ടുന്നുണ്ടെന്നാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോവുകയാണ്, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ 2 ഹെൽമെറ്റ് ഉണ്ട്, അത് എവിടെയെങ്കിലും കീപ്പ് ചെയ്യണം. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മഴ നനയും, അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. ഇതിൽ നമുക്ക് 2 ഹെൽമെറ്റ്, അതായത് ഒരു ഫുൾ സൈസും ഒരു ഹാഫ് സൈസും ഈസി ആയിട്ട് വെക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ കൂടെ ചെറിയൊരു ബാഗ് വേണമെങ്കിൽ വെക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്കൊരു ഫുൾ സൈസ് ഹെൽമെറ്റും ഒരു ബാഗും അഡീഷണലി ഈസി ആയിട്ട് ഇതിനുള്ളിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്റ്റോറേജ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല, സ്റ്റോറേജ് സിസ്റ്റം കഴിഞ്ഞിട്ടില്ല. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 13 ലിറ്ററിൻ്റെ സ്റ്റോറേജ് വരുന്നുണ്ട്. സോ 13 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഇവിടെയും 43 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഇവിടെയും അപ്രോക്സിമേറ്റ്ലി 55 ലിറ്ററിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് എടുത്ത് പറയാനുള്ളത്. സോ കംഫർട്ടും ഈ പറയുന്ന സ്റ്റോറേജ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ്, നമ്മളൊരു EV സ്കൂട്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു EV സ്കൂട്ടറിൻ്റെ റേഞ്ച്. ഈ ഒരു സ്കൂട്ടറിനെ IDC റേറ്റ് ചെയ്തേക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 160 കിലോമീറ്റർ പെർ ചാർജാണ്. ബട്ട് നമ്മുടെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്കത് വേരി ചെയ്യുന്നുള്ള അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ആവറേജ് നമുക്കൊരു റേഞ്ച് ആയിട്ട് 115 to 120 കിലോമീറ്റർ ആണ് കിട്ടുന്നത് നോർമൽ യൂസേഴ്സിന്. ബട്ട് ചില യൂസേഴ്സിന് കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 135 കിലോമീറ്റർ ഒക്കെയാണ്. സോ നമുക്കൊരു ആവറേജ് ഒരു 120 കിലോമീറ്റർ ഇതിന് റേഞ്ച് കിട്ടുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ പോവാം. ഈ പറയുന്ന 120 കിലോമീറ്റർ നമുക്ക് കിട്ടാനായിട്ട് 4 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചാർജിങ് ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ ചാർജറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 8 hours എടുക്കാം. അതായത് നോർമൽ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 480 കിലോ വാട്ട് അവറിൻ്റെ ഒരു ചാർജറാണ്. ആ ഒരു ചാർജർ നോക്കുമ്പോൾ തമ്മിൽ സൈസിൽ കോമ്പാക്റ്റ് ആണ്. എന്നാൽ നമ്മൾ ഫാസ്റ്റ് ചാർജറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 hours കൊണ്ട് ഈ ഒരു സാധനം ഈസി ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ വരുന്നത് 750 കിലോ വാട്ട് അവറിൻ്റെ ഒരു ചാർജറാണ്. ബട്ട് അത് കമ്പാരിറ്റീവ്ലി സൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ ചാർജറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജർ ഈ ഒരു ഗ്ലോ ബോക്സിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 750 കിലോ വാട്ട് അവറിൻ്റെ ചാർജറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബൾക്കിയാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്പേസിൽ മാത്രം അത് വയ്ക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ കുറേ സ്പേസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മുടെ ആ ഒരു ചാർജിങ് ടൈം നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു 750 കിലോ വാട്ട് അവറിൻ്റെ ചാർജർ മേടിക്കുകയാണ് നല്ലത്. ഈ നോർമൽ ചാർജറിൽ നിന്ന് ആ ഒരു ചാർജറിലേക്ക് മാറുമ്പോൾ നമുക്ക് അഡീഷണൽ ഒരു 3000 റുപ്പീസ് വരുന്നുള്ളൂ. അതെന്തായാലും ആ ഒരു സാധനം തന്നെ എടുക്കായിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ എപ്പോഴും ചാർജർ കയറി ചെയ്ത് കൊണ്ടുകൊണ്ട് വരില്ല. നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയെങ്കിലും വെക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. സോ ചാർജിങ് നമുക്ക് 2 ടൈപ്പിൽ വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ്ങും നോർമൽ ചാർജിങ്ങും. സോ ഇനി ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റിയിട്ടും സസ്പെൻഷനെ പറ്റിയിട്ടും നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലാണെങ്കിലും റിയർ സൈഡിലാണെങ്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. 200 mm സൈസുള്ള ഡിസ്ക് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് CBS ബ്രേക്കിംഗ് സിസ്റ്റമാണ്, അതായത് കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റം. നമ്മൾ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്താൽ തന്നെ റിയർ സൈഡിലും ആ ഒരു ബ്രേക്കിംഗ് വരും. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടേഴ്സിലും വരുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. ആ ഒരു സിസ്റ്റം ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള അഡാപ്റ്റീവ് റീജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി കൂടി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ബ്രേക്കിംഗ് ആയിട്ട്. അതായത് നമ്മുടെ ഇലക്ട്രിക് മോട്ടറിന് വരുന്ന ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ ആവുന്ന സമയത്തുള്ള ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിനാണ് ഈ ഒരു റീജനറേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സംഭവം കൂടി ഇതിൻ്റെ ബ്രേക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഫ്രണ്ട് സൈഡിൽ സസ്പെൻഷൻ വന്നിട്ടുള്ളത് ടെലിസ്കോപ്പി സസ്പെൻഷൻ ആണ്. റിയർ സൈഡിൽ
സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്. ഞങ്ങളിപ്പോൾ ഈ ഒരു വരുന്ന വഴിയൊക്കെ ഈ ഒരു റൈഡ് ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ടാണ് ഈ ഒരു സസ്പെൻഷൻ തന്നത്. സോ സസ്പെൻഷൻ വൈസ് ഈ ഒരു വണ്ടി അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. ബ്രേക്കിംഗ് വൈസും ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി നമുക്ക് ഷാസി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് സ്റ്റീൽ ട്യൂബുലർ ഡ്യുവൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഷാസിയാണ്. അത് ഈ ഒരു വണ്ടിയുടെ സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ആ ഒരു ഷാസി വന്നിട്ടുള്ളത്. ഇപ്പോൾ റിയർ സൈഡിലെ ആ ഒരു സ്വിംഗ് ആം നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വന്നിരിക്കുന്നത് ഡ്യുവൽ സൈഡഡ് അലൂമിനിയം അലോയ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്വിംഗ് ആം ആണ്. അതും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു വണ്ടിയുടെ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 14 ഇഞ്ച് വീൽ സൈസ് ആണ് വരുന്നത്. സാധാരണ EV സ്കൂട്ടറിലൊന്നും അത്രയും വലിയൊരു വീൽ സൈസ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു 14 ഇഞ്ച് വീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഹാച്ച് ബാക്ക് കാറിൻ്റെ ഒക്കെ ഒരു വീൽ സൈസ് ആണ്. സോ ഈ ഒരു വീൽ ഇത്രയും സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. മാത്രമല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിലും 177 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹമ്പൊക്കെ ചാടുമ്പോൾ യാതൊരു ടെൻഷനില്ലാണ്ട് ഈസി ആയിട്ട് കടക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ടയർ സൈസ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ഫ്രണ്ടിൽ നമുക്ക് വന്നിരിക്കുന്നത് 14 ഇഞ്ചിൻ്റെ 110/80 സൈസിലുള്ള ടയേഴ്സാണ്. അതുപോലെ തന്നെ ബാക്കിൽ വന്നിരിക്കുന്നത് 14 ഇഞ്ചിൻ്റെ 120/70 സൈസിൽ വരുന്ന ടയേഴ്സാണ്. സോ ഈ ഒരു ടയർ സൈസ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു കംഫർട്ട് നല്ല രീതിയിൽ തരുന്നുണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ കോർണർ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ സുഖമാണ് ഈ ഒരു ടയറിൽ. ഇനി ഈ ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 26 Nm ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. അതുപോലെ തന്നെ പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 6 kW പവർ മാക്സിമം വരുന്നുണ്ട്. നോർമൽ ലെവലിൽ നമുക്കൊരു 4.5 kW പവറാണ് നോർമൽ രീതിയിൽ നമുക്ക് വരുന്നത്. നമ്മൾ ഇതിൽ മോഡിൽ മാക്സിമം പെർഫോമൻസ് മോഡ് ഇടുമ്പോഴാണ് ആ ഒരു പവർ വരിക 6.7 വരിക. ഇനി ഇതിലെ മോഡ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 3 മോഡ്സാണ് വരുന്നത്. ഒരു ഈക്കോ മോഡ് വരുന്നുണ്ട്, ഒരു റൈഡ് മോഡ് വരുന്നുണ്ട്, ഒരു റഷ് മോഡ് വരുന്നുണ്ട്. സോ ഈക്കോ മോഡിൽ ഇട്ടിട്ടാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എപ്പോൾ നമ്മൾ കുറച്ച് കയറ്റൊക്കെ കയറുന്ന സമയത്ത് ആ ഒരു സമയത്ത് സ്പീഡ് ഭയങ്കര കുറവായിരിക്കും, ഒരു 20 km/h ആയിരിക്കും പോകുന്നുണ്ടാവുക. എന്നാലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു വണ്ടിക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോർമൽ റോഡിൽ നോർമൽ സ്പീഡിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈഡ് മോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുക. ആ ഒരു സമയത്ത് നമ്മുടെ സ്പീഡ് ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ഏകദേശം ഒരു 50 km/h റേഞ്ചിൽ നമുക്ക് സ്പീഡ് ലിമിറ്റഡ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ല, വലിയ റഷൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാവുന്ന ഒരു സ്പീഡാണ്. ഇനി ആ ഒരു ഇക്കോ മോഡിൽ നിങ്ങൾ പവർ കുറവാണെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഞങ്ങളിവിടെ വരുന്ന വഴിയിൽ കുറച്ച് കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഈക്കോ മോഡിൽ ഇട്ടിട്ട് പോകുന്നപ്പോഴും നമുക്ക് ഏകദേശം ഒരു 20 km/h സ്പീഡിൽ ഈ ഒരു വണ്ടിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പവർ കുറച്ച് കുറവാണെന്നുള്ള കാര്യം വിചാരിക്കേണ്ട, സ്പീഡിന് മാത്രമേ ഒരു കുറവ് വരുന്നുള്ളൂ. രണ്ടാമത്തെ മോഡ് റൈഡ് മോഡാണ്. റൈഡ് മോഡിൽ കുറച്ചും കൂടി കൂടുതൽ സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും എക്കോ മോഡിനെ കമ്പയർ ചെയ്ത് ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. എന്നാലും നമ്മൾ നോർമലി നമ്മുടെ സിറ്റി റൈഡ് ആണെങ്കിലും നോർമൽ റൈഡ് ആണെങ്കിലും റൈഡ് മോഡ് ഉപയോഗിക്കുകയാണ് എപ്പോഴും ബെറ്റർ. കാരണം അത്യാവശ്യത്തിന് പവറുണ്ട്, അത്യാവശ്യം സ്പീഡും ഉണ്ട്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ, അതായത് മാക്സിമം പെർഫോമൻസിൻ്റെ ഒരു മോഡ് നോക്കുകയാണെങ്കിൽ അത് റഷ് മോഡ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റഷ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല ആക്സലറേഷൻ ഉണ്ട്. ഏകദേശം ഒരു 3.7 seconds കൊണ്ട് 0 to 40 km/h സ്പീഡിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നല്ല സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. നല്ല കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു 40 km/h നമുക്ക് ഈസി ആയിട്ട് കയറി പോകാനായിട്ട് സാധിക്കും. ബട്ട് അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. സോ നമ്മൾ നല്ല ബിസി ആയിട്ട് പോകണം, നമുക്ക് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റഷ് മോഡ് ഉപയോഗിച്ച് പോകാനായിട്ട് സാധിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഏകദേശം 90 to 95 km/h സ്പീഡ് റേഞ്ച് നമുക്ക് ആ ഒരു റഷ് മോഡിൽ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കാനുള്ളത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറാണ്. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ ഒരു വണ്ടി ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ പതിയും. അതുപോലുള്ളൊരു ഡിസൈനും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഡിസൈനൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. 2 സ്പ്ലിറ്റഡ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, അത് ലോ ബീമാണ്. 2 വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഹൈ ബീമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഹൈ ബീം ലോ ബീം പോലെ 2 ലൈറ്റ് ഒരേ സമയത്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു DRL വരുന്നുണ്ട്. അത് ഈ ഒരു സ്ക്വയറിൻ്റെ ചുറ്റുമായിട്ട് 2 DRLs വരുന്നുണ്ട്. അത് നമുക്ക് ഡേ ടൈമിൽ റൺ ചെയ്യുമ്പോൾ ഇടാവുന്നതാണ്. സോ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസ്തറ്റിക്കാണ്. നമ്മൾ ഒറ്റടിക്ക് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. ഇനി ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ഇലക്ട്രിക് സ്കൂട്ടറിലും ഇപ്പോൾ വരുന്നത് ടച്ച് ടൈപ്പിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ബട്ട് അതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ അതിൻ്റെ ടച്ചൊക്കെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അത്തരം ടച്ച് സ്ക്രീനുകൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാനുവലി ടച്ച് അല്ലാത്ത രീതിയിൽ ബട്ടൺസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നോർമൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. മാത്രമല്ല ഇതിൽ നോക്കുകയാണെങ്കിൽ ഹൈലി വിസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഫോണ്ട് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ ഇൻഫോർമേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് നമുക്ക് റൈഡിംഗ് മോഡ്സ് കാണാൻ സാധിക്കും. നമുക്ക് റൈഡിംഗ് മോഡ്സ് ഈ ഒരു സ്വിച്ച് വെച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഈക്കോ, റൈഡ്, റഷ് എന്നുള്ള രീതിയിൽ 3 മോഡ്സ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓരോ മോഡിലും അതിൻ്റെ റേഞ്ച് മാറുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇക്കോയിലാണെങ്കിൽ മാക്സിമം റേഞ്ച് കാണുന്നുണ്ട്. പിന്നെ 59, അതുപോലെ തന്നെ
46 എന്നുള്ള രീതിയിൽ മോഡ് മാറ്റാനനുസരിച്ച് നമ്മുടെ റേഞ്ച് കുറഞ്ഞും കാണിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും എക്കോയിൽ ഓടിച്ച് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് കിട്ടും. അതുപോലെ തന്നെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിലോമീറ്ററിൻ്റെ ഒരു സിഗ്നൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡിൻ്റെ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിഗ്നലോടെ എഴുതി കാണിക്കും. പിന്നെ നമ്മുടെ ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജും കിലോമീറ്ററും ടൈമും ഇത്രയും കാര്യങ്ങളാണ് അത് വരുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ബട്ടൺസ് ഉപയോഗിച്ച് ഇതിലത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണത്തെ പോലെ ബെൽറ്റ് ഡ്രൈവ് അല്ല, പകരം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചെയിൻ ഡ്രൈവ് ആണ്. സോ ആ ഒരു ചെയിൻ ഡ്രൈവ് നമുക്കൊരു കവേർഡായിട്ടാണ് വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ലൂബ് ചെയ്യാനൊക്കെ ആയിട്ട് ആ ഒരു കവർ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരു നമ്മുടെ ഒരു 3 വീക്സ് ആ ഒരു ഗ്യാപ്പിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ലൂബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയിൻ ലൈഫ് അത്യാവശ്യം കിട്ടും. സോ ഇതിലൊരു ചെയിൻ ഡ്രൈവ് വരുന്നൊരു വാഹനം കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം സേഫ്റ്റി സംഭവങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ്. കാരണം നമ്മളിപ്പോൾ ഈ EV സ്കൂട്ടറൊക്കെ റോട്ടിലിരുന്ന് കത്തുന്ന പോലത്തെ ഒരുപാട് വീഡിയോസ് കണ്ടു ചില ബ്രാൻഡ്സിൻ്റെ ഒക്കെ. ബട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് വരില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിലും മോട്ടോർ നോക്കുകയാണെങ്കിലും IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനൊക്കെ വരുന്ന ആ ഒരു റേറ്റിംഗ് വരുന്ന രീതിയിലാണ് ഇതിനെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ ഇലക്ട്രോണിക് പാർട്സിന് നമുക്ക് IP65 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഇത്തരം റേറ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഹെവി റെയിൻ ആണെങ്കിൽ പോലും ഈ ഒരു വണ്ടി ഈസി ആയിട്ട് ഓടിക്കാൻ സാധിക്കും. മോട്ടോർ സൈഡ് ആണെങ്കിലോ ബാറ്ററി സൈഡ് ആണെങ്കിലോ തീരെ വെള്ളം കയറുന്ന പരിപാടികളോ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അത്തരത്തിലുള്ള ഒരുപാട് സേഫ്റ്റി റേറ്റിംഗ് കൂടി വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ റിവർ എന്ന് പറയുന്നത്. ഇനി ഒരു വണ്ടിയുടെ സ്റ്റോറേജ് സിസ്റ്റം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി. ഇതിൽ ഈ 2 സ്റ്റോറേജ് സിസ്റ്റം മാത്രമല്ല, ഈ ഒരു സ്പേസിലും അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജസ് ഒക്കെ വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലഗേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു ഫൂട്രസ് തട്ടിയതിനു ശേഷം ഇവിടെയും കാല് വെക്കാം. ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ C-ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾ മൊബൈൽ ഹോൾഡർ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാവുന്നതാണ്. ഇവിടെ സെൻറ്ററിൽ ഒരു മൊബൈൽ ഹോൾഡർ വെക്കാം. അതേപോലെ തന്നെ ഇവിടെയൊക്കെ കുറേ ആക്സസറീസ് ആഡ് ചെയ്യാം. വിൻഷീൽഡ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു പൈനിയർ ബോക്സ് വരാൻ പോകുന്നുണ്ട്. സോ അത്തരത്തിലുള്ള 12ഓളം ആക്സസറീസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഓരോ ആക്സസറീസ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ഇൻഡിവിജ്വലി കാണാൻ സാധിക്കും. ഇവരുടെ ഷോറൂമിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വാറണ്ടിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നോർമലി 8 years വാറണ്ടി ഒക്കെ മറ്റ് ബ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. ബട്ട് അത് മെയിനായിട്ട് നമ്മുടെ ബാറ്ററിക്ക് മാത്രമാണ്. ബട്ട് ഇവർ 8 year വാറണ്ടി എക്സ്റ്റെൻഡ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ബാറ്ററിയുടെയും മോട്ടോഴ്സിൻ്റെയും വാറണ്ടി കിട്ടുന്നുണ്ട്. ബട്ട് ഈ ഒരു വണ്ടി വരുമ്പോൾ തന്നെ ഇതിന് 3 year വാറണ്ടി ആയിട്ടാണ് വരുന്നത്. ആ ഒരു 3 year വാറണ്ടിയിൽ ഓൾമോസ്റ്റ് എല്ലാ പാർട്സുകളും ബാറ്ററി മോട്ടോർ എല്ലാതും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു 5 year ഒരു എക്സ്റ്റൻഷൻ പ്ലാൻ എടുക്കാം. ഇനിയുള്ളൊരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 year ഒരു പ്ലാനാണ്. 8 year പ്ലാനാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു 8 yearലേക്ക് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ 2 എക്സ്റ്റൻഷൻ പ്ലാനാണുള്ളത്. ഒന്ന് ഫുൾ കവർ വാറണ്ടി 5 yearsലേക്കും, അല്ലെങ്കിൽ നമുക്ക് ബാറ്ററിയുടെയും അതുപോലെ തന്നെ മോട്ടറിൻ്റെയും എക്സ്റ്റൻഡ് വാറണ്ടി 8 yearsലേക്കും. അത് ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഷോറൂമുകാർ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വണ്ടി ഒരു ഇന്ത്യൻ ബ്രാൻഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഓണേഴ്സ് കേരളൈറ്റ്സ് ആണ്. ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് നമ്മുടെ കർണാടകയിലെ ഹൊസൂരാണ്. സോ എല്ലാം കൊണ്ടും എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇന്ത്യക്കാരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതൊരു ടൈപ്പ് ലൈഫ് സ്റ്റൈലുള്ള ഒരാൾക്കാരെ നോക്കുകയാണെങ്കിലും അവർക്ക് ഈ വണ്ടി സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടാണ്. അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, നിവർന്നിരിക്കാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് സ്പോർട്ടി ആയിട്ട് ഇരിക്കാം, കുറച്ച് പുറകിലോട്ട് ഇരിക്കാം. ഇങ്ങനെ ഏത് റൈഡിങ് പൊസിഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. നമ്മുടെ ലെഗ് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അകത്തോട്ട് വെച്ച് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാം, സ്കൂട്ടർ പോലെ. ഇനിയിപ്പോൾ ഒരു ബൈക്ക് പോലെ, ഒരു ഹാർലി ഡേവിഡ്സൺ പോലെ കുറച്ച് വേണമെങ്കിൽ വൈഡായിട്ട് പുറത്തോട്ടൊരു ഫുഡ് റെസ്റ്റാണ്ട് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വെച്ച് പോകാം. ആ സമയത്ത് നമുക്ക് നടുക്കിൽ വേണമെങ്കിൽ ലഗേജ് വെക്കാം. ഇതുപോലുള്ള ഒരുപാട് റൈഡിങ് കംഫർട്ട് തരുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ കേസ്, ഇതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ വീൽ സൈസ് 14 inch വരുന്നതെന്ന് പറഞ്ഞു. 14 inch വീലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് മാറുകയാണ്. അത്യാവശ്യം നല്ല വീൽ ബേസ് വരുന്നുണ്ട്. വീലൊക്കെ അത്യാവശ്യം സൈസ് കൂടിയിട്ടുള്ള വീൽസാണ്. അതുകൊണ്ട് കോർണർ ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഇനിയിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ബാഗ്, ഹെൽമെറ്റ് എല്ലാം ഇതിൽ വെക്കാം, ഫ്രണ്ട്സിനായിട്ട് കറങ്ങാം. ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ ഒരു ഫാമിലിക്ക് ഈസി ആയിട്ട് ഇതിൽ സിമ്പിളായിട്ട് പോകും. ഒരു കുട്ടീനെ അവിടെ നിർത്താൻ വേണമെങ്കിൽ അതുപോലെ തന്നെ നടുക്കിലിരുത്താം, അതിൻ്റെ ബാക്കിലിരുന്ന് വളരെ ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ സാധിക്കും. ഇനി ഫാമിലിയുടെ സൈഡിൽ എന്തെങ്കിലും ബാഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജിൽ വെക്കാം. 2 സ്റ്റോറേജ് വരുന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ടെന്നിരിക്കുക, ആ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുക. അപ്പോഴും നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ അടിയത്തെ ലഗേജ് സ്പേസും അതുപോലെ തന്നെ ഈ സെൻട്രൽ സ്പേസൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടൊരു നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ വീട്ടിൽ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പർച്ചേസും ഒറ്റയടിക്ക് ചെയ്തിട്ട് ആ പർച്ചേസിൻ്റെ ഒക്കെ സാധനങ്ങൾ വേണമെങ്കിൽ ഇതിൽ ഈസി ആയിട്ട് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങൾ വരെ ഇതിൽ വേണമെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുവരാം. സോ അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക
നമ്മുടെ ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിനോട് മാച്ചിങ് ആയിട്ടുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഓൾറെഡി കണ്ട ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഈ ടച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നതുകൊണ്ട് അവരത് മാറ്റി സിംപ്ലിഫൈ ചെയ്തു. അതുപോലെ തന്നെ 12ഓളം ആക്സസറീസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി കറക്റ്റ് ഒരു റൈഡിങ്ങിന് പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 120 കിലോമീറ്റർ ആവറേജ് റേഞ്ചും കിട്ടുന്നുണ്ട്. ചാർജിങ് ടൈമും 5 hours കുറവാണ്. സോ എല്ലാം കൊണ്ടും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിലും റൈഡിങ് കംഫർട്ട് നോക്കുകയാണെങ്കിലും എല്ലാം സെറ്റാണ്. ഇനി ഒരു ബ്രാൻഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഇന്ത്യയിൽ 35 ഷോറൂമാണ് ഇവർക്കുള്ളത്. അതിൻ്റെ കൂടെ ഏകദേശം 30 സർവീസ് സ്റ്റേഷൻസും ഇവർക്ക് അവൈലബിൾ ആണ്. എല്ലാ ഷോറൂമിൻ്റെയും കൂടെ ഓൾമോസ്റ്റ് സർവീസ് സ്റ്റേഷൻസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഇനി വരുന്ന ഫ്യൂ ഇയേഴ്സിൻ്റെ ഉള്ളിൽ 100+ ഷോറൂംസ് ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം മെയിനായിട്ട് 3 ഷോറൂംസാണ് വരുന്നത്. ബട്ട് ഈ ഇയറിൽ തന്നെ അവരത് 5 ഷോറൂമിൻ്റെ അടുത്തേക്ക് മാറ്റും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അഡീഷണലി കുറച്ചുകൂടി ഷോറൂം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ എന്തായാലും ഇതൊരു ഗ്രോവിങ് കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ റൈഡ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കംഫർട്ടും ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊരു നല്ല കമ്പനിയാണ്. ഇവർ അതിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. സോ എന്തായാലും ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന അവിടെ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള റിവറിൻ്റെ ഷോറൂമിൽ നിന്നാണ്. സോ അവിടെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനാണെങ്കിലും അതർ ഓഫേഴ്സിനെ പറ്റി അറിയാനാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാനാണ് അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. സോ ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇതൊരു നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീല് കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ, അതായത് SUV സ്കൂട്ടേഴ്സിന് അവർ കൊടുത്തിട്ടുള്ള ടൈറ്റിലിന് ഒരു 100% സ്യൂട്ടബിൾ ആയിട്ടുള്ള പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വണ്ടി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക് വീഡിയോസായിട്ട് ഇനിയും കാണാം. അതുവരെയും ബൈ ജിനോ ടെക് വ്ലോഗ്സ്.